ഈ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്ന അട്ടിമറികൾ അതോടൊപ്പം തന്നെ പലതരത്തിലുമുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി നോക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ സർവേ റിസൾട്ടുകൾ. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് പല രീതിയിലുമുള്ള ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ പുറത്തു വരുന്ന ഈ ഒരു സമയത്ത് എന്ത് തരം മാറ്റങ്ങളാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, അതായത് ത്രികോണ പോരാട്ടം കടുത്ത രീതിയിൽ നടക്കുന്ന പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, അട്ടിമറികൾ എന്താണ് എന്നുള്ളത് സർവേ റിസൾട്ട് നോക്കേണ്ടത് വളരെയധികം അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഏറ്റവും പുതുതായിട്ട് ലേറ്റസ്റ്റായിട്ട് വന്ന ദേശീയ സർവേ റിസൾട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും വലിയ തോതിൽ ത്രികോണ പോരാട്ടം നടക്കാനായിട്ട് സാധ്യതയുള്ള പാലക്കാട് ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, അട്ടിമറികൾ എന്നാണ് നോക്കാനായി പോകുന്നത്. തീർച്ചയായിട്ടും കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും വളരെ വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യം, പാലക്കാട് കാറ്റ് ഇത്തവണ ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്ന തരത്തിലോട്ട്, അല്ലെങ്കിൽ പല രീതിയിലുമുള്ള വോട്ടട്ടിമറികൾ അതോടൊപ്പം തന്നെ ട്വിസ്റ്റുകൾ സംഭവിക്കാനായിട്ട് ഏറ്റവും സാധ്യതയുള്ള ഒരു സ്ഥലമായിട്ട് പാലക്കാട് മാറുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സർവേ റിസൾട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, പാലക്കാട് ഒരു കാറ്റ് ഏത് ദിശയിലോട്ടാണ്, അതോടൊപ്പം തന്നെ പാലക്കാട് മുൻപുള്ള റിസൾട്ടുകൾ ഏത് തരത്തിലായിരുന്നു, അല്ലെങ്കിൽ പാലക്കാട് ചായ്വ് ഏത് രീതിയിലോട്ടായിരുന്നു എന്നുള്ള കണക്ക് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്നൊരു കാര്യം, 2021 നോക്കുമ്പോഴത്തേക്കും 2021 അവിടെ വിജയിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ വിജയിച്ച് കയറിയത് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ് ചായ്വുള്ള ഒരു മണ്ഡലമാണ് ഈ പറയുന്ന രീതിയിൽ പാലക്കാട്, അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. പക്ഷേ അവിടെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്, അവിടെ BJPക്ക് വളരെയധികം സ്വാധീനമുണ്ട് എന്നുള്ളതാണ്. അതായത് കോൺഗ്രസ് അവിടെ സീറ്റ് നേടുന്നുണ്ടെങ്കിൽ പോലും BJPക്ക് അവിടെ വോട്ട് ശതമാനം ഉയർത്താനും 2ാം സ്ഥാനത്ത് വരെ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം. അതായത് കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ വെറും ചുരുങ്ങിയ വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ BJP 2ാം സ്ഥാനത്തേക്ക് പോയത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ അവർ ഈ വരുന്ന 2026 അവിടെ പ്രധാന സ്ഥാനാർത്ഥിയായിട്ട് ഇറക്കിയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനെയാണ്. അപ്പോൾ അതിനെ മറികടക്കാനായിട്ട് നിലവിലത്തെ സാഹചര്യം, അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിലവിൽ പല രീതിയിലുമുള്ള സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്ത ഒരു നിലയിലേക്ക് കാര്യങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലകൊള്ളുന്നുണ്ട്. പക്ഷേ അതെല്ലാം മറികടക്കാനായിട്ട് കോൺഗ്രസിന് നിലവിലത്തെ സാഹചര്യത്തിൽ സാധിക്കുമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു ഭൂരിപക്ഷത്തോടു കൂടി അവിടെ വിജയിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നടന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ കോൺഗ്രസിന് തന്നെ തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ആ ഒരു പ്രശ്നവും കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ കോൺഗ്രസിന് വളരെയേറെ സേഫ് സോണായിട്ടുള്ള ഒരു സീറ്റായിരുന്നു പാലക്കാട് ഇത്തവണത്തെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ അത് അപ്പാടെ മാറിയിരിക്കുന്നു എന്നെടുത്ത് പറയണം. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആയാലും ഇപ്പോൾ ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് പാലക്കാട് നിലവിൽ മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് കോൺഗ്രസിലെ സ്ഥാനാർത്ഥിത്വവും വളരെ വലിയ തോതിൽ പാലക്കാട് കോൺഗ്രസിലെ പ്രവർത്തകർക്കിടയിൽ പോലും വളരെ വലിയ തോതിലുള്ള ഒരു ചോദ്യങ്ങളിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് റിസൾട്ട് നോക്കേണ്ടത് അനിവാര്യമാണ്. പാലക്കാട് നിലവിലത്തെ സാഹചര്യത്തിൽ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും, അതായത് ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും പാലക്കാട് നിലവിൽ BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു സർവേ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. അതായത് ഒരു ത്രികോണ പോരാട്ടമായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും നിലവിൽ ഒരു മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് BJPക്കാണ്. അതായത് 40% വിജയസാധ്യത നിലവിൽ പാലക്കാട് BJPക്ക് നൽകുന്നു. തൊട്ടു പിന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് നൽകിയിരിക്കുന്നത് 37% കോൺഗ്രസിന് വിജയസാധ്യത നൽകിയിരിക്കുന്നത്. ഇതിൽ LDFന് നൽകിയിരിക്കുന്നത് 23% വിജയസാധ്യത. അതായത് ഒരു കടുകട്ടി മത്സരം നടക്കും. പക്ഷേ അതിൽ ഒരു മുൻതൂക്കം BJPക്ക് നൽകിയിരിക്കുന്നു. 40% മുൻതൂക്കം വിജയസാധ്യത നൽകിയിരിക്കുന്നു. 37% കോൺഗ്രസ്, 23% LDF എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും
സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും BJPക്കാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു മുൻതൂക്കം കാണുന്നതെങ്കിൽ പോലും യഥാർത്ഥ വിധി എന്തായിരിക്കും വരാൻ പോകുന്നത്? പാലക്കാട് ഒരു അട്ടിമറി തന്നെ സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ? അവിടെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ വിജയിച്ച് കയറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ? അതല്ല രാഹുൽ മാങ്കൂട്ടത്തിന് പകരം വന്ന രമേഷ് പിഷാരടിക്ക് ആ സീറ്റ് നിലനിർത്താനായിട്ട് സാധിക്കുമോ? അതല്ല ആ സീറ്റ് നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് UDFന് കാര്യങ്ങൾ മറിയുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നു. സർവേ റിസൾട്ടുകൾ പോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിനുള്ളിൽ തന്നെ അവിടെ വളരെ വലിയ തോതിലുള്ളൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. ഇതുപോലെയാണ് റിസൾട്ട് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും. അതല്ല മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന് ആശ്വസിക്കാനായിട്ടുള്ള വകയുണ്ട്. പക്ഷേ സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു അട്ടിമറി സാധ്യത നിലനിൽക്കുന്നു. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് LDF ഇടതുപക്ഷ വോട്ടുകൾ ഏത് തരത്തിൽ മറിയും എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ. LDF വോട്ടുകൾ BJPയിലേക്ക് പോകുമോ? അതല്ലാതെ UDFയിലേക്ക് പോകുമോ? അതല്ല അവർക്ക് നല്ല രീതിയിലുള്ള ഒരു വോട്ട് ശതമാനം ഈ സർവേ റിസൾട്ടിൽ കൊടുത്തിരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ വോട്ട് ശതമാനം നേടിക്കൊണ്ട് ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിക്കാനായിട്ട് നിലവിൽ പാലക്കാട് പോലുള്ള ഒരു സ്ഥലത്ത് ഇടതുപക്ഷത്തിന് സാധിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാലക്കാട് സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രന് നിലവിലത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഒരു വിജയസാധ്യത നൽകുന്ന, അല്ലെങ്കിൽ BJP സംബന്ധിച്ചിടത്തോളം ഒരു വിജയസാധ്യത നൽകുന്ന ഒരു മണ്ഡലമായി പാലക്കാട് നിലവിലത്തെ സാഹചര്യത്തിൽ മാറിയിരിക്കുന്നു. പക്ഷേ സർവേ റിസൾട്ടുകൾ പോലെ തന്നെ കാര്യങ്ങൾ മറിയുമോ? അതല്ല ഒരു മാറ്റം അവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലോട്ട് തന്നെ കാര്യങ്ങൾ മാറുമോ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ സീറ്റ്, ആ നിയമസഭാ മണ്ഡലം നിലനിർത്താൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല.